ഹലോ നമസ്കാരം. ഞാൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഈ ആഴ്ച നല്ല വർക്കിൻ്റെ ഒരു പ്രഷർ ഉണ്ടായിരുന്നു. ഇപ്പോഴാണൊന്ന് സമയം കിട്ടിയത് ഒരു വീഡിയോ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇന്നത്തെ വീഡിയോ നമ്മളുടെ പ്ലാൻ എന്ന് വെച്ചാൽ 10 ഡേ ട്രിപ്പ് എങ്ങനെയായിരുന്നു, എവിടേക്കാണ് പോയത്, അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ ട്രിപ്പ് പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ ഒരു മാക്സിമം 4 അവേഴ്സ് ആണ് ഒരു ഓൺ സ്ട്രെച്ച് പോകാവുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ നമ്മൾ പോകുന്ന അന്ന് ഡേറ്റ് ഞങ്ങൾ 4th ഓഫ് ജൂലൈ ഫ്രൈഡേ മോർണിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അന്നത്തെ പ്ലാൻ എന്ന് വെച്ചാൽ ഡയറക്റ്റ് നേരെ ന്യൂജേഴ്സിയിൽ, അതായത് ഏതാണ്ട് ഒരു 10-10.5 hours ട്രാവലുണ്ട്. ഡയറക്റ്റ് ന്യൂജേഴ്സിയിലോട്ട് ലോങ് സ്ട്രെച്ചിൽ പോകാം എന്നായിരുന്നു പ്ലാൻ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഡേ അല്ലേ, അപ്പോൾ ആ ഒരു ഉന്മേഷത്തിൽ നമുക്ക് ഒറ്റ വിടിയിൽ അങ്ങ് പോകാമെന്നായിരുന്നു പ്ലാന്. അത് വെച്ച് തന്നെ നമ്മൾ ഏതാണ്ട് ഒരു 6 മണിയായപ്പം എണീറ്റ് വണ്ടിയിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. കുഞ്ഞുങ്ങളുമായിട്ട് ഇറങ്ങുന്നുള്ളതുകൊണ്ട് ഞാനന്ന് വളരെ നേരത്തെ 6 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തു. പ്ലാൻ എന്ന് വെച്ചാൽ കുഞ്ഞിന് ഫുഡ് കൊടുക്കുന്ന, അതായത് ഫസ്റ്റ് വേക്കപ്പിന് മുമ്പ് നല്ലൊരു ഏകദേശം ഒരു 50% കവർ ചെയ്യണം എന്നായിരുന്നു പ്ലാന്. അപ്പോൾ ഞാൻ പോയ വഴി ഏതാണ്ടൊരു 10:30 ആയപ്പോഴാണ്, ഞങ്ങൾ 6 സ്റ്റാർട്ട് ചെയ്തു. ഒരു 10:30 ഒക്കെ ആയപ്പോഴാണ് ഫസ്റ്റ് സ്റ്റോപ്പ്. ആ പോയ വഴി നല്ല രസം. ഞങ്ങൾ ഒഹായോയിൽ എത്തിയിരുന്നു ആ സമയത്ത്. ഒഹായോയിൽ ഒരു ഉൾനാടൻ പ്രദേശത്തൂടെയാണ് ഞങ്ങൾ പോയത് ആ സമയത്ത്. അപ്പോൾ അവിടെ കുതിര വണ്ടികളും ഏതാണ്ട് ഒരു ഏമിഷ് വില്ലേജ് പ്രതീതിയായിരുന്നു അവിടെ. എല്ലാവരുടെ ഒരു ഡ്രസ്സിങ്ങും എല്ലാം വ്യത്യസ്തമായിരുന്നു. ഓൾമോസ്റ്റ് ഞങ്ങളൊരു 1950s പോയ പോലെയുള്ള ഇതായിരുന്നു. പിന്നെ നിറച്ചും പാടങ്ങളും ചോളപ്പാടങ്ങളും പ്രകൃതി രമണീയമായ ഒരു ദൃശ്യങ്ങൾ അന്ന് രാവിലെ കാണാൻ സാധിച്ചു. നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ ഡയറക്റ്റ് അന്ന് വൈകിട്ട് തന്നെ അക്ഷർധാം നൈറ്റ് ലൈറ്റ് ഷോ കാണണമെന്നായിരുന്നു. അതെൻ്റെ ഒരു ഭാഗത്ത് പറ്റിയൊരു പ്രശ്നമാണ്. ഞാൻ ഡൽഹിയിലും അഹമ്മദാബാദിലും പോയിട്ടുണ്ട് അക്ഷർധാമിൽ. അപ്പോൾ അവിടുത്തെ മെയിൻ അട്രാക്ഷനാണ് ലൈറ്റ് ഷോ. ഈവനിങ്ങിൽ നമുക്കൊരു ഫൗണ്ടനും ലൈറ്റ് ഷോവും ഉണ്ട്. അത് ഇവിടെയും ഉണ്ടാവുമെന്ന് ആയിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ 7:30 അടയ്ക്കും. അതൊരു ഷോക്കിങ്ങാണ്. ഞാൻ അന്ന് പോകുന്ന വഴിക്കാണ് ശ്രദ്ധിച്ചത്. അതായത് 7:30 ആകുമ്പോൾ അടയ്ക്കും. അപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ അന്ന് നൈറ്റിൽ പോയി ലൈറ്റ് ഷോ കാണാം, എൻജോയ് ചെയ്യാം എന്നുള്ളതായിരുന്നു. പക്ഷേ പിന്നീടാണ് അറിഞ്ഞത് ഇവിടെ ലൈറ്റ് ഷോ ഇല്ല എന്നുള്ളത്. അതും കൂടാതെ തന്നെ 7:30 അടയ്ക്കും. അടച്ചു കഴിഞ്ഞാൽ പിന്നെ അകത്തോട്ട് എൻട്രിയും ഒന്നുമില്ല, അതായത് നമുക്ക് ആക്സസും ഇല്ലെന്ന് പിന്നീടാണ് അറിഞ്ഞത്. ഡയറക്റ്റ് ഹോട്ടലിൽ പോകുന്നതിന് പകരം ഞങ്ങൾ നേരെ അക്ഷർധാമിലോട്ടാണ് അന്ന് പോയത്. ഒരു 6:50 ആയപ്പോൾ ഇറങ്ങി അക്ഷർധാമിലോട്ട് പോയി. അക്ഷർധാം എന്താണ് പറയുക, അതൊരു എപ്പോഴും നമുക്ക് കാണേണ്ട ഒരു സ്ഥലമാണ്. കാണേണ്ട സ്ഥലം എന്ന് വെച്ചാൽ ദ വേ ദേ മേഡ് ഇറ്റ്, അത് അതിശയം തന്നെയാണ്. നമ്മൾ ഇന്ത്യയിൽ തന്നെ ആണോ, ഇന്ത്യയിലാണോ നമ്മളെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ചാരുത, എന്താണ് പറയുക, ആ ഒരു ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് പറയേണ്ടത് തന്നെയാണ്. കാരണം എൻ്റെ അകത്തുണ്ടായിരുന്ന ഏതാണ്ട് 1.5 ലക്ഷത്തോളം ഹാൻഡ് ക്രാഫ്റ്റ് മാർബിൾ ശില്പങ്ങളാണ് ആ ബിൽഡിങ്ങിൻ്റെ അകത്തുള്ളത്. പുറത്തേ അല്ല, ഞാൻ പറഞ്ഞ അകത്ത് മാത്രം 1.5 ലക്ഷത്തോളം ഹാൻഡ് ക്രാഫ്റ്റ് മാർബിൾ ബിൽഡിംഗ് സ്കൾപ്ചേഴ്സ്. പക്ഷേ അവിടെ വീഡിയോ അലൗഡ് അല്ല ഉള്ളിൽ. അപ്പോൾ ആ ക്രാഫ്റ്റ്മാൻഷിപ്പ് പറയാതിരിക്കാൻ വയ്യ. വളരെ ഗംഭീരവും വളരെ എന്താണ് പറയുക, നമ്മൾ വേറൊരു ലോകത്തിൽ പോയ ഒരു ഫീലിംഗ് ആണ് അവിടെ തരുന്നത്. പിന്നെ ഞങ്ങൾ അന്ന് വെള്ളിയാഴ്ച കൂടെ ആയതുകൊണ്ടാവാം വലിയ തിരക്കില്ലായിരുന്നു. ഞങ്ങൾ പേടിച്ചിരുന്നു, കാരണം അതൊരു 4th ഓഫ് ജൂലൈ ആണ്, അപ്പം നല്ല തിരക്കാവും എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഉള്ളിൽ കയറിയപ്പോൾ അവർ പറയുന്നത്, അതായത് ഹോളിഡേയ്സും പിന്നെ വീക്കെൻഡ്സിലും നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടേ വരാൻ പാടുള്ളൂ എന്നാണ്. അപ്പോൾ നിങ്ങൾ പോകുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഹിന്ദു ഫെസ്റ്റിവലും പബ്ലിക് ഹോളിഡേയും വീക്കെൻഡും നമ്മൾ നേരത്തെ തന്നെ സ്ലോട്ട് ബുക്ക് ചെയ്തിട്ട്, ഫ്രീ ആണ് എന്നാലും സ്ലോട്ട് ബുക്ക് ചെയ്തിട്ട് വേണം കയറാനായിട്ട്. അപ്പം ഞാൻ അന്ന് വൈകിട്ട് 7 മണിക്ക് സ്ലോട്ട് ബുക്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് ഈസി ആയിരുന്നു. നമ്മൾക്ക് അത് ഫ്രീ ആണ്. നമ്മൾ ജസ്റ്റ് QR കോഡ് ഒന്ന് കാണിക്കുക, എന്നിട്ട് കയറാം, അകത്തോട്ട് കയറാം. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. വളരെ കാം ആൻഡ് ക്വയറ്റ് എൻവയൺമെൻ്റ് ആണ്. നമുക്ക് പോയി ശരിക്കും വേറൊരു ലോകത്തിലേക്ക് പോകുന്ന രീതിയിൽ നല്ല രസമാണ് ഉള്ളിൽ. ഞാൻ എൻ്റെ കുറച്ച് ഓവർലേസ് ഇടാം. വളരെ രസമാണ്. അവിടെ പോയി കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് അക്ഷർധാം. 10.5 hour ട്രിപ്പായിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര ക്ഷീണമാവും എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ഇവിടുത്തെ റോഡുകൾ കൊണ്ടാവണം വളരെ സ്മൂത്തായിരുന്നു ട്രിപ്പ്. എല്ലാം ഒരു 70-75 മൈലായിരുന്നു ആവറേജ് സ്പീഡ്. അപ്പം വളരെ എന്താണ് പറയുക, വലിയ തിരക്കുകളൊന്നും ഇല്ലായിരുന്നു. ഒരു തിരക്കും ഇല്ലാതെ തന്നെ നമ്മൾ പറഞ്ഞു ഓൺ ടൈം ഏതാണ്ട് 686 മൈലാണ് ഫസ്റ്റ് ഡേ കവർ ചെയ്തത്. അതും വളരെ സ്മൂത്തായിരുന്നു ട്രിപ്പ്. ഞങ്ങളവിടെ എത്തി, അക്ഷർധാം കണ്ടു. എന്നിട്ട് അന്ന് വൈകിട്ട് നേരെ പോയത് നമ്മുടെ ഹോട്ടലിലോട്ട് പോയി നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ എഡിസണിൽ ആണ് ഞങ്ങൾ
ചെക്ക് ഇൻ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നാളെ ഇനിയും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.